എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. ഇവിടെ ഗസ്റ്റ് ആണോ? കഷ്ടായി പോയി. വെടിവെച്ച് കൊല്ലണം അപ്പൊ അതിനെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. പന്ന പരട്ട പന്നി മേല നിന്നെ പരിസരത്ത് കണ്ടുപോരുത്. വൃത്തിയോട് കാണിക്കത്തോടാ പുല്ലേ. 2000 years later. ഗസ്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ നിങ്ങൾ ആര് പറയുന്നത് കേൾക്കുന്നത്? എനിക്ക് ശമ്പളം തരുന്ന ഗസ്റ്റുകളല്ല. കുറെ നാളായി നിന്നെ സഹിക്കുന്നു. വേണ്ട വേണ്ടെന്ന് വെക്കുന്തോറും ഇവിടെ റാഗിംഗ് നടക്കില്ല, ടോർച്ചറിങ് നടക്കില്ല. ഒരു ഗസ്റ്റുകളുടെ അവനോട് ഇത് പറഞ്ഞേ. അവന്റെ അവസാനം കണ്ടിട്ടേ ഞാൻ ഇറങ്ങുന്നത്. ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായിസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞു. റാഗിങ്ങോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ വയ്യ? ഗസ്റ്റുകൾക്ക് മറുപടി അറിയേണ്ട ആവശ്യം എനിക്കില്ല. അയാൾ ഗസ്റ്റിനോട് ഡിസ്റെസ്പെക്ട് ആയിട്ട് പെരുമാറി നിങ്ങൾ കണ്ടില്ല? ഗസ്റ്റിനെ പണിയെടുക്കുക. ഇവൻ ആളും ഉണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവരാ. ഇതല്ല, ഇതിന്റെ അപ്പുറം ഇവിടെ ഇത് കൊളാക്കിയിട്ടാലും ഞാൻ ചെയ്യും. പേഴ്സണൽ ആയിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. പണിയെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ആ സ്റ്റാർ മൊത്തം ഊരി വെച്ചിട്ട് നിങ്ങൾ പൊക്കോളൂ. എന്തോ എങ്ങനെ സ്റ്റാർ ഞാൻ ജോലി ചെയ്ത് കിട്ടിയ സാധനം. നിങ്ങൾ ജോലി നിന്നെ ആർക്ക് വേണം? വലിങ്ങേറി വന്നേക്കുന്ന ഞങ്ങൾ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നത് തിരിച്ചു വാങ്ങാനോ ഞങ്ങളെ പണിയെടുപ്പിക്കാനോ ഗസ്റ്റ് ആളല്ല. നീ ആ കൈങ്ങട് തന്നെ ഒന്നിനും പ്രതികരിക്കാത്തതിന് 100ൽ 100 മാർക്കാ നിനക്ക്. തൊഴിലവകാശ ലംഘനം ചെയ്ത് കഴിഞ്ഞാൽ പ്രതികരിക്കും. അത് ഏത് വൃത്തികെട്ട ഗസ്റ്റ് വന്നിട്ട് കാര്യമില്ല. ഏത് കോടീശ്വരനായാലും വേണ്ടില്ല, ഏത് ധനികനായാലും വേണ്ടില്ല, പറയാനുള്ളത് പറയും. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എന്റെ കൂത്താലും പോകാത്ത കുറെ വേസ്റ്റുകള്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഇവിടെ ഫുള്ള് വേസ്റ്റ് ആണല്ലോ. ഇന്നലെ കിളിർത്ത കൂണുകളൊക്കെ വന്നാണ്ട് ഇവിടെ ശബ്ദിക്കുമ്പോ ഞങ്ങളോട് തിരിച്ചു പോട്ടല്ലേ. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. നീ കുറെ ആൻസർ പറഞ്ഞു ഉണ്ടല്ലാത്ത തോക്കും കൊണ്ട്. പാമ്പ് കടിച്ചവന്റെ തലേ തേങ്ങ വേണമെന്ന് ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചെന്ന് പറയടേ. എല്ലാം ഒന്ന് തന്നെ. എന്നോട് ഡിസ്റെസ്പെക്ട് ആയിട്ട് സംസാരിച്ചാൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് വിപ്ലവം ഉണ്ടാക്കാന്നാണെങ്കിൽ ഷീപ്പ് ടാക്ടിക്. എന്ത് ഞങ്ങളിവിടെ വന്ന അത്ര പിടിച്ചില്ലെന്നറിയാം. ഔചിത്യം എന്നൊരു സാധനം ഉണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. What is this language? What is this language? Where are you coming from? നിങ്ങൾ എവിടുന്നാ വരുന്നത്? എന്താ എന്റെ ഉദ്ദേശം? അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു തോന്നുന്നു. എനിക്ക് വേസ്റ്റുകളോട് അങ്ങനെ സംസാരിക്കാനുള്ളൂ. അസൂയാണ് പോലും തെണ്ടി. ആർക്കായാലുണ്ടാവോ അസൂയ? അവനെനിക്ക് ഇഷ്ടമല്ല. അവന് എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് തന്നെ സത്ത് മണ്ണടിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. സീറോ സ്റ്റാൻഡേർഡ് ഈ ഹൗസിൽ. എന്നോട് എന്നെ തിരുത്താൻ പറ്റരുത് കേട്ടോ. എന്നെ കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. അത്രയും വിവരമൊക്കെ നിനക്ക് വച്ചു അല്ലേ? തന്ന 4 സ്റ്റാർസും തിരിച്ച് ഷാനവാസിന്റെ വാങ്ങിക്കാനാണ്. തിരിച്ചു വെക്കാൻ റെഡിയല്ലോ. ഒരു സുഖം നമുക്ക് ആരെയും കളിപ്പിക്കാൻ പറ്റില്ല. എന്തോ ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. നീ ഗാന്ധിജിയാടാ. താടിയും മുടിയും വളർത്തിയ മഹാത്മാഗാന്ധിജി. ഞാൻ കുളിക്കാൻ പോവാണ്. എനിക്ക് വേറെ പണിയുണ്ട്. എനിക്ക് ഇതിന്റെ ഡ്രാമ കാണേണ്ട ആവശ്യമൊന്നുമില്ല. അറിയാം. അങ്ങനെ പവനായി ശവമായി പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം.